മാഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് മക്ബറ. ഇതാണ് പാറ എന്ന് പറഞ്ഞത്, ഉരുണ്ട പാറ. അതിൻ്റെ താഴെയാണ് ഈ മക്ബറ വരുന്നത്. ഒരു മഹാൻ്റെ മക്ബറയാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു വേണം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ, മറ്റു പ്ലേസ് പോലെ നമ്മളതിനെ കാണരുത്. അതിൻ്റെ അപ്പുറത്തൊരു മല ഉണ്ട്, അങ്ങോട്ടാണ് നമുക്ക് കയറാറ്. ട്രക്കിങ് ആരംഭിക്കുകയാണ്. മനോഹരമായ കാഴ്ച ഇതിൻ്റെ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ നടന്ന് കയറിയിട്ടാ. അപ്പം ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ വന്ന് റൂം എടുത്ത്, അടിപൊളി റൂമാട്ടാ. റൂം കാണിച്ചു തരാം. ഇതിങ്ങനെ ഇത് ബാത്റൂം, കറണ്ട് പോയിക്കണം കുറച്ച് നേരമായിട്ട്. ബാത്റൂമൊന്നും കാണാനില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂം, വാഷ് ബേസും കാര്യങ്ങളും. പിന്നെ ഇവിടെ നിന്നാണ് റൂം വരുന്നത്. ഒരു എക്സ്ട്രാ ബെഡ് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ടായില്ല. കട്ടിലൊന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടപ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊരു ഏരിയ, പിന്നെ ഒരു വ്യൂ. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ഇതിങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് മാറ്റിയാൽ ഇതാ നല്ലൊരു മൗണ്ടിൻ്റെ വ്യൂ ഇട്ട് ഇവിടുന്ന്. അതായത് ഈ എന്താ പറയുക നമ്മളിവിടെ ഇപ്പോൾ എടുത്ത റൂം ഈ മുരുകൻമല, അതുപോലെ അതായത് കുരിശുമല ഉണ്ടല്ലോ, കുരിശുമലക്ക് പോണ ഭാഗമാണ്. ആ റോഡിൻ്റെ അവിടെ കയറിയിട്ടുള്ള ഒരു എന്താ പറയുക റിസോർട്ടാണിത്. അവിടെയാണ് ഇപ്പോൾ റൂം എടുത്തിട്ടുള്ളത്. 1500 റുപ്യ പറഞ്ഞു. നമ്മൾ ചവിട്ടിയത് 1000-ന് സെറ്റാക്കി. 1000-ന് എന്തുകൊണ്ടും ഈ റൂം അടിപൊളിയാണ്. ഹീറ്റർ, ചൂടുവെള്ളമുണ്ട്, പിന്നെ എന്താ പറയുക അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ രാവിലെ ഇവിടെ 18 ഡിഗ്രി സെൽഷ്യസാണ് കാലാവസ്ഥ. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്നലെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതായത് പരുന്തുംപാറ പോകുക എന്നുള്ളത്. പരുന്തുംപാറ കോവിൽ നടക്കില്ല. അപ്പോൾ നേരം വൈകി ഇവിടെ എത്തിയപ്പോൾ ഒരു 7 മണിക്ക് കഴിക്കണം. റൂം തിരഞ്ഞടന്ന് ആയി. അപ്പോൾ നമ്മളെ പ്ലാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തങ്ങൾപ്പാറ പോവാം, പിന്നെ പൈൻ ഫോറസ്റ്റ് പോവാം, എന്നിട്ട് പരുന്തുംപാറ. അതാണ് ഇന്ന് നമ്മുടെ, അല്ലെങ്കിൽ ഇല്ലിക്കൽ കല്ല്. അങ്ങനെയാണ് ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ഷെഡ്യൂൾ മൊത്തം കൊളായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഭക്ഷണം കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ തങ്ങൾപ്പാറ പോകണം. അതാണ് ഇന്നത്തെ പരിപാടി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്, ഉണ്ടല്ലേ? അതിൻ്റെ അപ്പുറത്തൊരു മൗണ്ടിൻ്റെ വ്യൂ ഉണ്ട്. മൗണ്ടിൻ്റെ വ്യൂ ഇതാ രണ്ട് സെറ്റപ്പിൽ വണ്ടി പാർക്ക് ചെയ്യാനും എന്താ പറയുക അതിനൊക്കെയുള്ള ഏരിയ അതുണ്ട്. അതേപോലെ നല്ല മരങ്ങൾ, ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മുളയുണ്ട്, ഇവിടെ ഒരു തടാകമുണ്ട് താഴെ. അവിടെ അതാ നല്ലൊരു തടാകമുണ്ട് ഇവിടെ. ആ വെള്ളം അവിടെ കെട്ടി നിർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു മൗണ്ടൻ വ്യൂ ഉണ്ട് ഇവിടെ. അതാണ് തടാകം, മൗണ്ട് വ്യൂ. പുറത്ത് നമ്മളെ റിസോർട്ട്, നല്ല തെളിഞ്ഞ ആകാശം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിനി ഇവിടുന്ന് പോയിട്ട് ചായ കുടിക്കണം. അമ്മിമോളെ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് തങ്ങൾപ്പാറ കയറണം. നല്ല കാലാവസ്ഥയും നല്ല അടിപൊളി തണുപ്പ് വരുന്നു. ആ റൂമൊക്കെ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള തണുപ്പില്ലേനും. അതിനനുസരിച്ചാണ് റൂം സെറ്റ് ചെയ്തിരുന്നത്. ഇത് 1000 റുപ്യക്ക് എന്തുകൊണ്ടും മുതലാണ്. ഒന്നാമത് അൺസീസണാണ്, അതുകൊണ്ടാണ് ആ റേറ്റിന് കിട്ടിയത്. 1500 പറഞ്ഞത്. സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 റുപ്യക്കൊക്കെ ചോദിക്കൂലേ. ഏതായാലും സംഭവിച്ചാറ് പൈസ പേ ചെയ്തിട്ടില്ല.
ആളവിടെ കാണാനില്ല. അപ്പോൾ കൊടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട്. അപ്പോൾ റിസപ്ഷനിൽ ആളൊന്നുമില്ല. ഓരോ നിങ്ങൾ ചാവി അവിടെ വെച്ചോളി, ചാവി അവിടെ വെച്ചിട്ട് പൈസ ഗൂഗിൾ പേ ചെയ്തെന്നോളി, എന്നിട്ട് പോയിക്കോളിയായിരുന്നു. ഭയങ്കര വിശ്വാസമാണ് നമ്മളെ. അവിടെ ആളൊന്നുമില്ല. അപ്പോൾ നമ്മൾ റൂമൊക്കെ പൂട്ടിയൊക്കെ റെഡിയാക്കി. പിന്നെ ചാവി അവിടെ ആളില്ല. നമ്മളവിടെ മേശൻ്റെ ഒരു സൈഡിൽ വെച്ച് ചാവി വെച്ച് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് തങ്ങൾപ്പാറ ഇൻഷാ അല്ലാഹ്. ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അടിപൊളി വ്യൂ ഉണ്ട് തങ്ങൾപ്പാറ. മുമ്പ് പോയവരൊക്കെ ഉണ്ടാവും. കാഴ്ച കാണാം. സ്റ്റേ. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക, രാത്രിക്കത്തെ ഭക്ഷണം ഇനി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമുക്ക് പോവും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടുന്ന് പാർസൽ വാങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. പോയൊക്കെ എന്താ ഉള്ളതെന്ന്. അപ്പോൾ വെള്ളപ്പം മുട്ടക്കറി, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാണാൻ പത്തിരി പോലെ ഉണ്ട് അല്ലേ? അതാണ്. അപ്പം എന്നാൽ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, 150 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. പിന്നെ 2 സെറ്റ് വെള്ളപ്പം, ഒരു എക്സ്ട്രാ വെള്ളപ്പം എടുത്തു, 2 കോഫി, 2 മുട്ടക്കറി, 150 ഉറുപ്പ്യ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി തങ്ങൾപ്പാറയൊക്കെയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ കാഴ്ചകൾ എത്തിയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ യാത്രയുടെ 2ാമത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ വാഗമണ്ണ് വരേക്കുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വാഗമണ്ണിലെ നമ്മുടെ തങ്ങൾപ്പാറയിലേക്കാണ്. ഞാനിതിൽ അറിയാതെ ഒരു ജില്ല മാറി പറയുന്നുണ്ട്. അപ്പോൾ വാഗമണ്ണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അതായത് ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തിയിലാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്ന പ്രദേശം വരുന്നത്. മറ്റൊന്ന്, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ആ കാഴ്ചകൾ കണ്ട് തിരിച്ച് വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അവിടുത്തെ ഹിസ്റ്ററിയും കൂടെ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു പഠനത്തോടുകൂടിയുള്ള ഒരു യാത്രയാണ്. അവിടുത്തെ കാഴ്ചകൾ കാണുക, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുക, അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി നമ്മൾ മനസ്സിലാക്കുക എന്നതും കൂടിയാണ് നമ്മുടെ വീഡിയോ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാം. അത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കൂടുതലായിട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററാണ് തങ്ങൾപ്പാറയിലേക്ക് ഉണ്ടായിരുന്ന ദൂരം. അപ്പോൾ റൂമിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഏകദേശം ഞങ്ങൾ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. തങ്ങൾപ്പാറ സയ്യിദ് മുസ്ലിം ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു മഖാം. ഫരീദുദ്ദീൻ എന്നാണ് പേര്. തങ്ങൾപ്പാറ. അപ്പോൾ നമ്മൾ തങ്ങൾപ്പാറയിലെ മുസ്ലിം ജമാഅത്ത് എണ്ടായൂർ. അപ്പോൾ നമ്മൾ മഖാമിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ റോഡ് നേരെ ചെല്ലുന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളും ഞങ്ങൾക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വീഡിയോയിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാം. അപ്പോൾ ചുറ്റിനും മലകളാൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ മുന്നേയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നേ വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഞാനിവിടെ 4ാമത്തെയോ 5ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അന്നത്തേതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റങ്ങൾ, ഒരുപാട് ഒന്നൊന്നും പറയാനില്ല, കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞത്. ചെറിയൊരു അതിൻ്റെ നടത്തിപ്പിന് ഒരു ചെറിയൊരു പൈസ ഒരു പാർക്കിങ്ങിന് അവർ ഈടാക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, പ്രവർത്തനങ്ങളൊക്കെ അവർ മുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നടക്കാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ ഫൈനലി തങ്ങൾപ്പാറ എത്തിയിട്ടുണ്ട്. തങ്ങൾപ്പാറ എന്ന് പറഞ്ഞാൽ കോലാഹല നാടാണ്.
കുറച്ച് അതിനെപ്പറ്റിയുള്ള എന്താ പറയുക വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചരിത്രം എന്താണെന്നുള്ളത്. ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ കോലാഹലമേട് എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതുപോലെ തന്നെ കുരിശുമല ഇതിന് നേരെ അപ്പുറത്താണ്. അതിൻ്റെ മേലെ നിന്ന് കയറിയാൽ കുരിശുമല കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു എന്നവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ അവരുടെ ജനനം വരുന്നത് ഹിജറ വർഷം 569 ജന്മസ്ഥലം വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാൻ പ്രവിശ്യയിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അതുപോലെ പരമ്പര 2-ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. പിതാവ് ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ എന്നവരാണ്. അതുപോലെ ഇവരുടെ മാതാവിൻ്റെ പേരാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ഖർസം ഖാത്തുൻ റളിയല്ലാഹു അൻഹ എന്നവർ. പിന്നെ ഗുരുവര്യരാണ് ഖുത്ബുദ്ദീൻ ബഖ്തിയാറുൽ ഖീദ് ദഹ്ലവി, അതുപോലെ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. അതായത് ഈ ഖുത്ബുദ്ദീൻ ബഖ്തിയാറുൽ ഖാക്കി എന്ന് പറഞ്ഞത് നമ്മളെ അജ്മീറിൽ അവിടുത്തെ മഹാനാണ്. അതുപോലെ ഈ എന്താ പറയുക ഖാജ തങ്ങളൊക്കെ ശിഷ്യനാണ് ഇവിടെ വഫാത്തായി കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്ത് വരുന്നത് ഹിജറ വർഷം 664 മുഹറം 5 വ്യാഴം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിൻ്റെ പരിപാലന കമ്മിറ്റി എഴുതി വെച്ച വിവരങ്ങളാണ്. ഇൻഷാല്ലാ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ചരിത്രം ഇൻഷാല്ലാ നമ്മളിങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇൻഷാല്ലാ പറഞ്ഞുതരാം. അതുമാത്രമല്ല ഇവിടെ എന്താ പറയുക ബാത്റൂം കാര്യങ്ങൾ സൗകര്യങ്ങളുണ്ട്, നല്ല കാറ്റുണ്ട്. പറയണത് ശരിക്കും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ചരിത്രങ്ങൾ ഇൻഷാല്ലാ ഇതിൻ്റെ കൂടെ പറയാം. കുറച്ച് മുകൾക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ 2 ആൾ അതിൻ്റെ അപ്പുറത്തൊരു മല ഉണ്ട്, അങ്ങോട്ടാണ് നമുക്ക് കയറാനുള്ളത്. ട്രക്കിങ് ആരംഭിക്കുകയാണ്. മനോഹരമായ കാഴ്ച ഇൻഷാല്ലാ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ വേറെയും കുറേ ടീമുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് 2 ബസ് ഉണ്ടായിരുന്നു പോയി. അതുപോലെ ഒരു വിധമുള്ള ഇടുക്കി ജില്ലേൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണാം. നല്ല മനോഹരമായ സ്ഥലമാണ്, നല്ല കാറ്റുണ്ട് ഇവിടുത്തെ, നല്ല തണുത്ത കാറ്റ്. ഇൻഷാല്ലാ അപ്പോൾ കൂടുതൽ കാഴ്ച അങ്ങനെ കാണിച്ചു തരാം. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ആ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ചിരുന്ന ആ സൂഫി വര്യൻ എന്തൊക്കെയോ ആയുധങ്ങളെന്തോ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ യാത്രയിൽ തന്നെ അത് ഉൾപ്പെടുത്താം. അപ്പോൾ തങ്ങൾപ്പാറയിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ തങ്ങൾപ്പാറ മക്കാമ്പ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന മല ഫുള്ള് കയറണം. അതിൻ്റെ അപ്പുറത്തൊരു കുന്നും കൂടിയുണ്ട്, അവിടെ എത്തണം. ഇതാ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ നല്ല അടിപൊളി കാഴ്ചയുണ്ട്. അതൊക്കെയാണ് ഈ മൊട്ടക്കുന്നിൻ്റെ ഭാഗം വരുന്നത്. മൊട്ടക്കുന്ന് കുറേ റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. ആനനെ പോലത്തെ കുറേ പാറകൾ ഫുള്ള് തേയില, അടുത്ത ഭാഗത്ത് കൊക്ക. ഇപ്പോൾ പുതിയ വന്ന വില്ലകളാണ്. ഇതൊക്കെ കെട്ടിടങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഫുള്ള് റിസോർട്ടും കാര്യങ്ങളാണ്. ഇവിടെ ആണ്ട് നേർച്ച നടക്കലുണ്ട്. അതുപോലെ കുറേ ആളുകൾ. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ വാഗമണ്ണിലെ തങ്ങൾപ്പാറ എന്ന് പറയുന്ന പ്രദേശം സമ്പന്നമായ ചരിത്രമുള്ള ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാനിൽ നിന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഒരു സൂഫി വര്യനാണ്. ഹസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ എന്നവരാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒന്ന് കയറാൻ പോവാണ്. ഈ കൂടെ ഇങ്ങനെ പോയാൽ വഴിയുണ്ടോയെന്നറിയില്ല. അങ്ങോട്ട് കയറാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിഭയങ്കരമായ കാറ്റാണ് ഇവിടെയുള്ളത്. ഇത് ഓരോ
കുന്ന് കയറുന്നതിനനുസരിച്ച് ഇതിൻ്റെ കാഠിന്യം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഭാഗം മാത്രമാണ് കവർ ചെയ്തത്. ഇനി കാണുന്ന ആ മലയും അതിൻ്റെ അപ്പുറത്തുള്ള മലയും കയറി വേണം ഞങ്ങൾക്ക് തങ്ങൾപ്പാറ എന്ന് പറയുന്ന മക്കാമിൻ്റെ അടുത്തെത്താൻ. ഇദ്ദേഹത്തിൻ്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗോളാകൃതിയിലുള്ള ഒരു പാറക്ക് ചുവട്ടിലാണ്. അതിൻ്റെ കാഴ്ച ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ കാണാം. കുറച്ചും കൂടി മുകളിലെത്തി. ഈ താഴ്ന്ന് കണ്ടിരുന്ന പാറ ആ കുന്നിൻ്റെ മേലെത്തി. ഇവിടുന്ന് തടാകം കാണാം. നല്ല കിതപ്പുണ്ട്, കുറച്ച് കാറ്റുകൊണ്ടാണ് കിതപ്പ്. അവിടുന്ന് ഒന്നുകൂടി ദൂരക്കുള്ള കാഴ്ച ഉണ്ട്. കോട ഉണ്ടായതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റണില്ല. ചുറ്റുഭാഗമൊക്കെ കുറച്ചൊക്കെ കാണാം. അവിടുന്ന് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. വലിയ മലകളുണ്ട്. മല അടക്കം മല. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി മുകളിലേക്ക് കയറി കിട്ടും. ഇതൊക്കെ ഇവിടെ വഴി. ഇതൊക്കെ ആദ്യം മുമ്പ് 2-3 വട്ടം ഇവിടെ വന്നിങ്ങനെ. അന്നൊന്നും ഈ വഴി സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുക, വഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നടക്കാൻ ഒന്നും കൂടി ഈസിയാണ്. ഇവിടെ കാറ്റാണ്. വഴി അടിപൊളിയാണ്. ആകാശം, കുറേ ചെടികളൊക്കെ ഉണ്ട്. ജന്തുക്കളൊക്കെ ഉണ്ടാ ഇളകണ്. അങ്ങോട്ട് കയറില്ല. എങ്ങനെയാണെന്നറിയാം, അവിടെയാണ് ഇമ്മയും പേരും സ്റ്റക്കായത്. ആ ഏരാമാർക്ക് ഇട്ടിക്കണതാ അയമ കൂടെ കൊത്തി പൊടിച്ച് കയറണം. കയറിയപ്പോൾ നമ്മൾ നടന്ന് കയറിയിട്ടാ. അതാണ് നമ്മുടെ എന്താ പറയുക, എന്താ സ്ഥലം, നമ്മളെ വണ്ടി അവിടെ ഒക്കെ ഉണ്ട്. മേലേക്ക് കയറാനാണ്. അപ്പോൾ അവിടെയുള്ള ആ സൂഫി വര്യൻ്റെ അടുത്തുള്ള ആ പാറ എന്ന് പറയുന്നത് പണ്ട് അത് ചെറുതായിരുന്നു. പിന്നീട് കാലക്രമേണ അത് വികസിച്ച് വലുതായതാണെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഈ സൂഫി വര്യൻ വെറ്റില അതല്ലെങ്കിൽ പാന് പോലുള്ള സംഗതികൾ പൊടിക്കാൻ വേണ്ടിയായിരുന്നു ആ പാറ ഉപയോഗിച്ചിരുന്നത്. അന്ന് അത് ചെറുതായിരുന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിനൊരു തണലായിക്കൊണ്ട് ആ പാറ വളർന്നു വന്നത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഖബറയുടെ താഴെ ഒരു നീരുറവ വരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അദ്ദേഹത്തിനുള്ള വെള്ളം കിട്ടിയിരുന്നത് അതിൽ നിന്നാണ്. അത് ഏത് വേനൽക്കാലത്തും വറ്റാതെ അതിൽ നിന്നും വെള്ളം വന്നിരുന്നതായി ചരിത്രത്തിൽ കാണാം. പക്ഷേ ഞങ്ങളവിടെ ചെന്ന സമയത്ത് അതിൽ വെള്ളം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാനവിടെ മുൻപ് സമയങ്ങളിൽ ചെന്നപ്പോഴൊക്കെ അതിൽ നിന്നും വെള്ളം കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് എന്തോ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ സംഭവം എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. അപ്പോൾ ഈ മഹാനോട് അനുബന്ധിച്ച് തങ്ങൾപ്പാറയിൽ ഏപ്രിൽ മാസത്തിൽ വാർഷിക ഉറൂസ് നടക്കാറുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ മധുരങ്ങളൊക്കെ ആയിട്ട് അവിടെ വരാറുണ്ട്. ഓരോരോ നേർച്ചയൊക്കെ ആയിട്ട് അവിടെ മധുരങ്ങൾ അർപ്പിക്കാറുണ്ട്. അതുപോലെ പലവരും കഞ്ഞി കൊടുക്കാൻ അങ്ങനത്തെ നേർച്ചകളൊക്കെ അവിടെ നടക്കലുണ്ട്. അവിടെ സന്ദർശകരായിട്ട് എത്തുന്നവർക്കൊക്കെ അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ നേർച്ച വസ്തുക്കളൊക്കെ എത്തിക്കാൻ വേണ്ടി അതിൻ്റെ കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നവരുണ്ട്. അതുപോലെ താഴെ എന്നൊക്കെ വിതരണം ചെയ്യുന്നതുണ്ട്. ഒരിക്കൽ ഞാനവിടെ സന്ദർശിച്ച സമയത്ത് എനിക്കതുപോലെ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിൻ്റെ മുകളിൽ റെസ്റ്റ് എടുത്ത് വീണ്ടും നടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്, ഭീകരമായ കാറ്റ് തന്നെ, ഭീകരമായ കാറ്റ്. വെയിലുണ്ടെങ്കിലും കാറ്റുകൊണ്ട് അതറിയില്ല.
അപ്പോൾ അവിടുന്ന് ഞാനൊരു കഞ്ഞി ലഭിക്കും എന്ന് പറഞ്ഞല്ലോ, അതിന് പറയപ്പെടുന്നത് ഗഞ്ച് ശക്കർ എന്നാണ്. ഇത് നമ്മൾ അജ്മീർ ചെന്നാലും ഈ കഞ്ഞി അവിടുന്ന് കിട്ടും. അതായത് ഇതൊരു ശർക്കര കഞ്ഞിയാണ്. ഞാൻ മലമക്ക് വേണം, ആ മലമക്ക് വേണം നമുക്ക് കയറാൻ. ഈ സൈഡിൽ കൂടെ വരണം കേട്ടോ. ഇത് ഈ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു കാറ്റ് കുറവ്. അപ്പോൾ ഈ പാറയ്ക്ക് സമീപം ഒരു ചെറിയ പള്ളിയും ഉണ്ട്. അത് അവിടെ വരുന്നവർക്ക് വിശ്രമിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഒരു പുരാതന ഗുഹയും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനതവിടെ കണ്ടിട്ടില്ല. അവിടെ ചെറിയ പുൽമേടുകൾ കൊണ്ടും അതുപോലെ വനങ്ങൾ കൊണ്ടും ചുറ്റപ്പെട്ടതാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. ആ തങ്ങൾപ്പാറ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ തോതിലൊരു ഒരു വനം പ്രദേശം പോലെ തോന്നിക്കും. അപ്പോൾ കുരിശുമല അതുപോലെ മുരുകൻമല എന്നിവയും ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് കയറും തോറും ആ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ഒരു മുഖ്യ പ്രദേശങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഞാൻ ഈ കയറിക്കൊണ്ടിരിക്കുന്ന കുന്ന് എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് റിസ്ക് എടുത്ത് കയറേണ്ട കുന്നാണ്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ കുന്നിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാറ്റ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറ എത്തി. ആ കാണുന്ന റൗണ്ട് റോക്ക് പാറ, അതാണ് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞത്. അതിൻ്റെ താഴെയാണ് ഈ മക്കബറ വരുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കാണാം. എൻ്റെയും ഏറ്റവും ഹൈറ്റുള്ളൊരു കുന്നാണ് ആ കാണുന്നത്. പിന്നെ അങ്ങോട്ട് ലോങ്ങിൽ നോക്കിയാൽ കാണുന്നതാണ് കുരിശുമല എന്ന് പറഞ്ഞ സ്ഥലം. അതിലേക്കുള്ള വഴി വേറെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ താഴത്തേക്കുള്ള കാഴ്ച, താഴെ കൂടെ ഒരു റോഡ് പോകുന്നത് കാണാം. ഇവിടെ എന്താ കൃഷി എന്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 കൊക്ക, അതിനേക്കാൾ ഭീകരമായ കാറ്റ്. നല്ല റെസ്റ്റ് എടുത്ത് പോകുന്ന അടിപൊളിയായിട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മക്കബറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ മക്കബറേൻ്റെ അടുത്തെത്തും. ഈ ഭാഗത്ത് കാറ്റ് കുറവാണ്. ഏറ്റവും ടോപ്പ് ഏരിയയിലാണ് കാറ്റ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ ഈ മക്കബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ മനസ്സിനൊക്കെ ഒരു കുളിർമ, അതുപോലെ നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന, ഈ കയറി വരുന്ന ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അത് ഈ യാത്ര ചെയ്ത് ഈ കുന്ന് കയറി അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ എത്തിയവർക്കൊക്കെ അതിൻ്റെ ആസ്വാദനം കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ഇവിടെയൊക്കെ യാത്ര ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അദ്ദേഹം ആ മക്കബറ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത്. ഈ മക്കബറയുടെ വരാൻ കാരണം അദ്ദേഹം ഇവിടെ നിന്ന് തന്നെയാണ് വഫാത്തായി എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ തന്നെ മറവ് ചെയ്യാനുണ്ടായത്. അല്ലാതെ പുറത്തുനിന്ന് കൊടുന്ന് മറവ് ചെയ്തതല്ല. ഇതൊരാൾ സംശയം ചോദിച്ചപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണെന്ന് മാത്രം. മാഷാ അല്ലാഹ്, നമ്മൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് തങ്ങൾപ്പാറ. ഇവിടെയാണ് മക്കബറ വരുന്നത്. ഇവിടെ ചെരുപ്പ് ഊരിയിടണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. പിന്നെ മേലെ നല്ല റോക്കുണ്ട്. അപ്പോൾ
ഇതാണ് മക്ബറ. ഇതാണ് പാറ എന്ന് പറഞ്ഞത്, ഉരുണ്ട പാറ. ഇതിൻ്റെ താഴെയാണ് ഈ മക്ബറ വരുന്നത്. ഇതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. ഇതിൻ്റെ താഴെ ഇവിടുന്ന് അങ്ങോട്ട് വലിയ കൊക്കയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ മക്ബറ വരുന്നത്. അതവിടെ കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മക്ബറിൻ്റെ ഒരു സൈഡിലൂടെയാണ്, ഈ പാറൻ്റെ താഴ്ഭാഗത്തേക്ക്. ഇവിടെയാണ് ഞാൻ നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞ ആ വറ്റാത്ത ഒരു നീരുറവ് ഉണ്ട് എന്ന് പറഞ്ഞത്. അത് ഇവിടെയാണ്. ഇവിടെ ചെറിയൊരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്കിയെടുക്കലായിരുന്നു സാധാരണ ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ വെള്ളം അവിടെ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. സാധാരണ ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ അവിടെ നിന്ന് വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഈ പാറ കഷ്ണം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഒരു മുനമ്മ ഇരിക്കുന്നത് എന്നാണ് അത് കണ്ടാൽ തോന്നുക. ഏത് നിമിഷവും താഴോട്ട് വീഴാറായി നിൽക്കുന്ന ഒരു പാറ പോലെയാണ്. അതും ഒരേ ഷേപ്പിൽ ഉരുണ്ട പാറയാണ്. എന്താ പറയുക, പലയിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു തരം ഉരുണ്ട പാറയാണിത്. അതൊരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്രയിൽ. അതിങ്ങോട്ട് ഉരുണ്ട് പോവാൻ നിൽക്കുകയാണ്. അവിടെ നിൽക്കുകയല്ല സാധനം. അതൊക്കെ അത്രയും വെയിറ്റും കെട്ടാണ്. ഒരു മോനെയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ തോന്നിട്ടില്ല, എന്താ പറയുക, ഒരു മോനമ്മ ഇങ്ങനെ നിൽക്കണ മാതിരിയാണ് തോന്നുക. അതിൻ്റെ അടിഭാഗം കണ്ടാൽ ഇങ്ങോട്ട് വേറെ സപ്പോർട്ട് താങ്ങൊന്നുമില്ലല്ലോ. ഈ പാറയിൽ തന്നെ ഒരു പ്രത്യേക ഷേപ്പ് പാറ അല്ലേ, ഉരുണ്ടാണ്ടുള്ള പാറയാണ്. എന്താ പറയുക, ഒരു അത്തിമരം, അത് അത്തിപ്പഴം. ഈ സൂഫി വര്യൻ ഏകദേശം 40 അനുയായികളോടൊപ്പമാണ് ഇവിടേക്ക് കുതിരപ്പുറത്ത് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയായിരുന്നു എന്നതുള്ളതാണ് ചരിത്രം. അങ്ങനെ അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും ഇവിടെ റിയാളക്കിരിക്ക എന്ന് പറയും. അതായത് സൂഫി വര്യന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട്, അവർ ഇബാദത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ഈ റിയാളക്കിരിക്കുക എന്ന് പറയുന്നത്. ഈ റിയാളക്കിരിക്കുന്ന സംഭവം ഏതൊരു സൂഫികളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ലാതെ ഇവിടെ നല്ല പുൽമേടുകളും അതുപോലെ വനങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് കാഴ്ചക്കാരെ ഇവിടേക്ക് പ്രത്യേകം ആകർഷിക്കുന്നുണ്ട്. ഈ സ്ഥലം കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ മഖബറ സന്ദർശിക്കാനും ഇവിടെ മറ്റു മതസ്ഥരായ ആളുകളും ഒക്കെ ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അത് നമ്മളവിടെ സന്ദർശിക്കുന്ന സമയത്തിന് നമുക്ക് മറ്റു മതസ്ഥരായ ആളുകളെയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വളരെ ആവേശത്തോടു കൂടി നിങ്ങൾക്കിത് കയറാം. അതിമനോഹരമായ ഒരു ട്രക്കിംഗ് ഫീലിംഗ് തന്നെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങൾപ്പാറ സിയാറത്ത് കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചുകൊണ്ട് നടക്കണം, കാറ്റൊക്കെ ഉണ്ടാവും, അവിടുത്തെ കാഴ്ച ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടുന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നേരെ വണ്ടിക്ക് പോകണം. പോകുമ്പോൾ നല്ല അടാറ് കാറ്റാണ്, ഒരു പേടിയും ബേജാറുമാണ്. ധൈര്യത്തിലുണ്ട് കയറി വന്നാൽ മതി. കുറച്ച് കയറുമ്പോഴുള്ള പ്രയാസമുള്ളൂ, പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താ പറയുക, നല്ലൊരു കാമായിട്ടുള്ള ഫീലിംഗാണ്. സ്വസ്ഥതയിൽ ഇങ്ങനെ ഇരിക്കുക, കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൈബാണ്. ആ കാറ്റ് ഇങ്ങോട്ട് കയറുമ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഫുള്ള് സെറ്റാണ്. ഫാമിലിനൊക്കെ ആയിട്ട് കുട്ടികളായിട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും, കാറ്റും അതുപോലെ കയറ്റും കിതപ്പും. കാറ്റടിക്കണോണ്ട് നല്ല കിതപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവമൊക്കെ വളരെ ഉഷാറാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വൈബ് ഇങ്ങോട്ട് കിട്ടൽ. അത്രയും ഇടങ്ങറായിട്ട് കയറിൻ്റെ വയർക്കലോ പൊടിക്കലോ ഒന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനത്തെ കാറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് നല്ല കയറ്റുള്ള പാറ തന്നെയാണ്. അതുപോലെ വെള്ള നിറത്തിൽ പെയിൻറ് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. മറ്റുള്ള വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പോൾ തങ്ങൾപ്പാറ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങൾ, അതായത് മഴയുള്ള സമയം ഒഴികെയുള്ള ഏത് സമയവും നിങ്ങൾക്കവിടെ സന്ദർശിക്കാം. മഴയുള്ളപ്പോൾ കുറച്ചത് പ്രയാസമാണ്, വഴുതി വീഴുക അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ആ സമയത്ത് സന്ദർശിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം. ജനുവരി, ഡിസംബർ മാസത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കോടമഞ്ഞ് പുതച്ച് നിൽക്കുന്ന തങ്ങൾപ്പാറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പോയിരുന്ന സമയം ജനുവരി ലാസ്റ്റായിരുന്നു. എങ്കിലും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചത്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും എല്ലാം അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ മനോഹരമായ പുൽമേടുകൾ, ചെറിയ ഒരു കാട് നിറഞ്ഞൊരു പ്രദേശത്താണ് ഈ തങ്ങൾപ്പാറ മഖാമ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മഖാമിന് അടുത്തായിട്ട് ഒരു ഗുഹയും കൂടെ ഉണ്ട്. ഇദ്ദേഹം റിയാളൊക്കെ ഇരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ അന്വേഷിച്ചാൽ അത് എവിടെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗുഹയുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നാകും. അതും ഒരു അനുഭവമായിരിക്കും. അപ്പോൾ തങ്ങൾപ്പാറയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നമ്മുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇനി താഴത്തേക്ക്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കയ്യിൽ കരുതുന്നത് വളരെ അധികം നന്നാകും. എപ്പോഴും കയ്യിൽ വെള്ളമുള്ളത് നല്ലതാണ്. അവിടെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടെങ്കിലും ശരീരം നല്ല ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് വേണം നമുക്കതിൻ്റെ മുകളിൽ കയറാൻ. ഒരുവിധം ഫിറ്റ്നസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയറുന്നതാണ് നല്ലത്. തീരെ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ പരമാവധി കയറാതിരിക്കുകയാണ് നല്ലത്. അത്യാവശ്യം ആരോഗ്യം കുഴപ്പമില്ലാത്തവർക്ക് വളരെ നല്ല സ്ഥലമാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യപരമായിട്ട് വല്ല വിഷയം കുഴപ്പമുള്ളവരാണെങ്കിൽ കയറണ്ട എന്നുള്ളതാണ്. അതല്ല, ചിലപ്പോൾ കയറുന്ന സമയത്ത് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വകവെക്കേണ്ട കാര്യമില്ല. ആ പേടിയോടുകൂടി നിങ്ങൾ അവിടെ കയറി ആ മക്കാമിൻ്റെ അടുത്തെത്തിയാൽ കിട്ടുന്ന, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു നല്ല അനുഭവം കൂടിയായിരിക്കും അത്. ഇപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കുന്നാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു കുന്ന് എന്ന് പറയുന്നത്. ഈ കുന്ന് കയറാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് കയറാൻ പറ്റുന്ന കുന്നുകളാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിച്ചോളൂ. ഇവിടെ നോക്കുമ്പോൾ ഒരു കുത്തര കയറ്റല്ലേ. ഒരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് തങ്ങൾപ്പാറ കയറാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കയറുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എങ്ങനെ നോക്കിയാലും അവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം സമയം നമുക്ക് പോകും. അപ്പോൾ രാവിലെയാണ് ഏറ്റവും കയറാൻ നല്ല സമയം. നല്ല കാറ്റുള്ള സമയമാണ് രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്ക് അല്പം ചൂടായിരിക്കും. അപ്പോൾ എപ്പോൾ കയറുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കഴിച്ചിട്ട് കയറുന്നതാണ് നല്ലത്. കാരണം അവിടെ കയറി ഇറങ്ങുമ്പോൾ അത്യാവശ്യം മണിക്കൂറുകൾ നമുക്കവിടെ സമയം നഷ്ടപ്പെടും. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ എനർജി നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് വെള്ളവും.
അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ നമ്മൾ താഴെ എത്തി. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കണ്ട കുന്നും മല കണ്ടില്ലേ, നല്ല കാറ്റ്, ഒടുക്കത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ വെയിലുണ്ട്, പക്ഷെ ചൂട് വല്ലാതെ അറിയണില്ല, വേർക്കണമൊന്നുമില്ല. കാറ്റൊരു 1.5 കാറ്റാണ്. ആ ഒരു ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ആ നേരെ മുകളിൽ കാണുന്ന ഒരു കുന്ന്, ഒരു പാറ, അത് കയറാൻ കുറച്ച് ടാസ്ക്കുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഏകദേശം നമ്മൾ ഇറങ്ങി അതേപോലെ കയറുമ്പോഴേ വെള്ളം കുപ്പി കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞൊന്ന് നിർത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അവിടെ കാണരുത്. അവിടെ ഒരു മക്ബറയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനം ഒക്കെ നമ്മൾ അവിടെ പാലിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും പിന്നെ എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളും എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെ റെസ്പെക്റ്റ് നമ്മളവിടെ കാണിക്കണം. ഒരു മഹാൻ്റെ മക്ബറയാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു വേണം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ, മറ്റു പ്ലേസ് പോലെ നമ്മളതിനെ കാണരുത്. ഇൻഷാ അല്ലാഹ് ഇനി നേരെ അടുത്ത് നമ്മുടെ സ്ഥലം പൈൻ ഫോറസ്റ്റാണ്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ഇല്ല, ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് അവിടുത്തെ അടിപൊളി മനോഹരമായ കാഴ്ച കാണാം. അവിടുന്ന് വെയിലിങ്ങനെ ഡയറക്റ്റ് മുഖത്ത് കടിക്കും. ഇൻഷാ അല്ലാഹ് ഇനി നേരെ വണ്ടി കയറാം, പൈൻ ഫോറസ്റ്റ് പോവാം. അവിടുത്തെ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലത്തെ യാത്രകൾ, അതുപോലെ ചരിത്രങ്ങൾ, അതുപോലെ നല്ല അറിവുകളൊക്കെ പങ്കുവെക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിച്ചു. നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അങ്ങ് കിട്ടും. അതാണ്. അപ്പോൾ നമ്മുടെ തങ്ങൾപ്പാറയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. അടുത്ത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പൈൻ ഫോറസ്റ്റാണ്. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അടുത്താണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തി വെക്കാം. അതുപോലെ ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള ചരിത്രങ്ങളും അതുപോലെ നല്ല അറിവുകളൊക്കെ പങ്കുവെക്കുന്ന വീഡിയോകൾ, യാത്രകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.